ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനമായി ഇന്ന് നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചല്ലോ. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്ത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, ഇസഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാണുവാൻ കഴിയാതെ വണ്ണം മങ്ങിപ്പോയപ്പോൾ അവനൊരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ചവനോട് മകനെ എന്ന് പറഞ്ഞു. അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം അറിയുന്നില്ല. നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളുമായി വില്ലും പൂടിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ടയാടി ഇഷ്ടവും രുചികരവുമായ വേട്ടയെ തേടി എനിക്കിഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പ് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നും പറഞ്ഞു. നമുക്കിവിടെ കാണുന്നു ഒരു അപ്പൻ്റെ ആഗ്രഹം മൂത്ത മകനോട് ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, തൻ്റെ അപ്പനൊരു ആഗ്രഹം, തൻ്റെ കണ്ണ് മങ്ങി, വൃദ്ധനായി തൻ്റെ കണ്ണു മങ്ങി, അതുകൊണ്ട് നല്ല ആഹാരം കഴിച്ച് അനുഗ്രഹിച്ചിട്ട് മരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിനകത്ത് നിൽക്കുമ്പോൾ അത് ഏശാവിനെ വിളിച്ച് കാര്യം പറയാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് ഈ ഇസഹാക്കിനെ പറ്റി നമുക്ക് ചിന്തിച്ചാൽ, ഇസഹാക്ക് വിവാഹത്തിന് ശേഷമുള്ള കാര്യം പറയാം. വിവാഹത്തിന് ശേഷം ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. അതിൻ്റെ 25-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നു, ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക മച്ചിയായതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ 2 തലമുറയെ കൊടുത്തു. അത് ഏശാവും യാക്കോവും നമുക്കറിയാം. എന്നാൽ ഈ 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുന്നു, ഈ അബ്രഹാമിൻ്റെ കാലത്തെ പോലെ തന്നെ ഒരു ക്ഷാമവധിയ ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി. എങ്കിൽ പോലും ഇസഹാക്കിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഗെരാറിൽ പെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നീ മിസ്രയീമിലേക്ക് പോവരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കാൻ ഞാൻ നിന്നോട് കൂടെ ഇരുന്നതിനെ അനുഗ്രഹിക്കും, നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യം നിവർത്തിക്കും. അപ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടതായ ദൈവവചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാലത്ത് വന്നിട്ടൊരു ക്ഷാമം നേരിട്ടു. ആ ക്ഷാമത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അവനോട് ചില ദൈവശബ്ദം എന്ത് ചെയ്തു കേൾപ്പിക്കുവാനിടയായി. ദൈവശബ്ദം അതാത് സമയങ്ങളിൽ എന്ത് ചെയ്തു കേൾപ്പിച്ചു. അതാത് സമയങ്ങളിൽ കേൾപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു ദൈവശബ്ദത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഇസഹാക്കിന് നമുക്ക് കാണുന്നു. ആ ആണ്ടിൽ എന്ത് ചെയ്തു, ഇസഹാക്ക് വിതച്ചു, 100 പേര് കൊയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വർദ്ധിച്ചു, വളരെ ധനവാനായി തീർന്നു എന്ന് നമുക്കവിടെ കാണുന്നു. അതേ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകളെ പെലിസ്ത്യർ മണ്ണിട്ട് മൂടിയപ്പോഴും നമുക്കിവിടെ കാണുന്നു. പെലിസ്ത്യർ മണ്ണിട്ട് മൂടിയപ്പോഴും ആ മണ്ണിട്ട് മൂടിയ കിണറുകളെ എല്ലാം കുഴിക്കുവാൻ ഇസഹാക്ക് റെഡിയായി. അതാണ് ഇസഹാക്കിൻ്റെ ചരിത്രം. അവിടെ നമുക്ക് എടുത്തു കാണുന്നു, ഇസഹാക്കിനെ എന്ത് ചെയ്തു, രഹബോത്ത് വർദ്ധനവ് എന്നും പറഞ്ഞ ഒരു രഹബോത്ത് എന്ത് ചെയ്തു ദൈവം കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്ക് വൃദ്ധനായി മരിക്കുവാൻ തക്കവണ്ണം ആയ സമയത്ത് തൻ്റെ മകനായ യേശാവിനെ വിളിച്ച്, മൂത്ത മകനെ വിളിച്ച് എന്ത് ചെയ്തു കാര്യം പറയുക. മൂത്ത മകനെ വിളിച്ച് കാര്യം പറയുക. എന്താ കാര്യം പറയുന്നതെന്നറിയോ? എങ്ങനെയാണ് പറയുന്നതോ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, നീ വേട്ടയാടിക്കൊണ്ട് വേട്ടയിറച്ചിയുമായി വേട്ടയിറച്ചി കഴിച്ച് എനിക്ക് മരിക്കണം, നിന്നെ അനുഗ്രഹിച്ച് മരിക്കണം. ഈ വാക്ക് തൻ്റെ അമ്മ കേട്ടിട്ട് യാക്കോബിനെ വിളിച്ച് യാക്കോബിലൂടെ എന്ത് ചെയ്തു, ആ ആഹാരമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊടുത്ത് യാക്കോബ് അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
പിതാക്കന്മാരുടെ ആഗ്രഹം അനുസരിച്ച് ചലിക്കുവാൻ ഞാനും നീയും തയ്യാറായാൽ ഈ ലോക അപ്പൻ്റെ ഇഷ്ടത്തിന് നിന്ന മകനെ അതേ അപ്പൻ ആഹാരം കഴിച്ച് ആ അപ്പൻ തന്നെ അനുഗ്രഹിച്ചെങ്കിൽ നമ്മളെ ജനിപ്പിച്ച ഈ ലോകത്തിൻ്റെ നമ്മളെ ജനിപ്പിച്ച ദൈവം അല്ലെങ്കിൽ ദൈവം നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ദൈവത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ ദൈവശബ്ദത്തിനനുസരിച്ച് നിന്നാൽ ദൈവം നമ്മളെ വാസ്തവമായി അനുഗ്രഹിക്കും. എന്താ അനുഗ്രഹം ഉണ്ടായത്? ഇതാ എൻ്റെ മകൻ്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കട്ടെ, നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്നെ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. അബ്രഹാമിനോട് പറഞ്ഞ അതേ അനുഗ്രഹം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെ ഇവിടെ എടുത്ത് നമുക്കറിയാം യാക്കോബിനോട് പറയുക. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുക, ദൈവം നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹം ഈ ലോകം ചിന്തിക്കുന്നത് പോലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നിന്നെ മാനിക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് വലിയ വാഗ്ദത്തത്തിലേക്ക് കൈമാറുവാൻ അനുഗ്രഹത്തിലേക്ക് കൈമാറുവാൻ ദൈവം സഹായിക്കട്ടെ. സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം. ജനത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. വലിയ ദൈവമഹത്വം ചലിക്കണമേ. നിന്റെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കണമേ കർത്താവേ. വലിയ അനുഗ്രഹം പ്രാപ്ത സഹായിക്കും. അത്ഭുതം ചെയ്യും. മഹത്വം യേശുവിന്റെ നാമത്തിൻ്റെ. ആമേൻ, ആമേൻ, ആമേൻ.